തൃക്കരിപ്പൂരിന്റെ യാത്രാ സ്വാതന്ത്ര്യത്തിനും വികസനത്തിനും തടയിടുന്ന പീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലത്തിന് മുന്നോടിയായുള്ള ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് റെയിൽവേയുടെ അനുമതിയായി. ഇത് സംബന്ധിച്ചുള്ള അധികൃതരുടെ അറിയിപ്പ് ജനപ്രതിനിധികൾക്കും കർമ്മസമിതിക്കും ലഭിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്കുമൂലം തൃക്കരിപ്പൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർ അടഞ്ഞുകിടക്കുന്ന ഗേറ്റുകളെ ശപിച്ച് പയ്യന്നൂരിലേക്കും ചെറുവത്തൂരിലേക്കും യാത്ര തിരിച്ചുവിടുന്നത് പതിറ്റാണ്ടുകളായി ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. അതിന് ശാശ്വത പരിഹാരമാകേണ്ട മേൽപ്പാലങ്ങൾക്ക് അനുമതി പോലും ലഭിക്കാതെ നാട്ടുകാരുടെ കാത്തിരിപ്പ് വർഷങ്ങൾ നീണ്ടു. ബിരിച്ചേരി ഗേറ്റിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് റെയിൽവേ തത്വത്തിൽ അംഗീകരിച്ചതായി ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രഘുപതി കൃഷ്ണമൂർത്തി കണ്ണൻ അറിയിച്ചു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുന്നതോടൊപ്പം വിശദ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും കോർപ്പറേഷന് അനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ 2018-19 ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കൽ ചെലവുകൾ ഉൾപ്പെടെ കിഫ്ബിയിൽ നിന്നും 28.23 കോടി അനുവദിച്ച് സാമ്പത്തിക അനുമതി നൽകിയതായും പറഞ്ഞിരുന്നു. എന്നാൽ മേൽപ്പാലത്തിന്റെ പ്രാഥമിക നടപടികൾ പോലും അനക്കമില്ലാതായതോടെ വിവിധ സംഘടനകളും കൂട്ടായ്മകളും കർമ്മസമിതികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്ത് വന്ന് നിവേദനങ്ങളും പലവിധ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോയിരുന്നു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ ടൗൺ മുതൽ ബിരിച്ചേരി വരെ ജനകീയ മനുഷ്യച്ചങ്ങലയും തീർത്തിരുന്നു. എന്തായാലും 40-ലധികം ബസ്സുകളും 100 മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ബിരിച്ചേരിയിൽ മേൽപ്പാലത്തിനായി സമർപ്പിച്ച രൂപരേഖയ്ക്ക് അംഗീകാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ. അതോടൊപ്പം വേഗത്തിൽ പാലം നിർമ്മാണം ആരംഭിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളും തുടങ്ങണമെന്ന അഭ്യർത്ഥനയും ഇവർ മുന്നോട്ട് വെക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.